നീ എന്തിനാ അയാൾ ഓഫീസിൽ പോയത്? എനിക്കറിയില്ലായിരുന്നു അയാളാ അതിന്റെ പ്രൊപ്പറേറ്റർ എന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമെന്ന് അതിന് തോന്നുന്നുണ്ടോ? ഹാൻഡ്സം എമൗണ്ട് തരാമെന്ന്, മോഡൽ കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ. അയാൾ പറയാ ഞാനൊരു പെർഫെക്റ്റ് മോഡലാണെന്ന്. എനിക്ക് എന്തൊക്കെയോ പറയാൻ തികട്ടി വന്നതാ, പക്ഷേ ഒന്നും പറയാൻ സാധിച്ചില്ല. എനിക്കിപ്പോ വല്ലാത്ത ഭയം തോന്നുന്നു. നീ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നൽ. എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നത്? എന്നെ വിശ്വാസമല്ലേ? എന്തോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നു. നീ എന്നിൽ നിന്നും അകന്നു പോകുന്ന പോലെ. അരുത്, അങ്ങനെ പറയരുത്. നമ്മുടെ സിയയുടെ മോളല്ലേ? ആണല്ലോ. കാണിച്ചത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഈ വയസ്സുകാലത്ത് എനിക്ക് അമ്മേ മോളത് പറയരുത്. ഞാൻ പോവില്ല. വേണം, എനിക്ക് വേണ്ടി അമ്മ പോണം. എനിക്ക് വേണ്ടി പോയേ തീരൂ. കാണാതെ എനിക്ക് വയ്യ. എന്താ വേണ്ടത്? എനിക്ക് നാഥനെ ഒന്ന് കാണണം. പാടുന്ന? അതെ.
ശരി, വരൂ. ഹലോ. അമ്മയോ? മോനെ നിർമ്മല, സാരമില്ല, സാരമില്ല. അവൾ ഉറങ്ങുക. സാരമില്ല. അറിയാതെ നിമ്മി. അറിയാതെ. നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഇനി തിരിച്ചു വീട്ടിൽ പോയില്ല. ഒന്ന് പറയുന്നത് കേട്ടെ. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരും. തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നാളെ നാക്കുകൊണ്ട് അങ്കിൾ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. തൃപ്തിയായില്ലേ? ഞാൻ നിന്നോട് കെഞ്ചി പറഞ്ഞതല്ലേ ഞാൻ പോവില്ലെന്ന്. നേരെ എന്നെ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. അല്ല എന്താ? അതിനാ കാർക്കോടെ സമ്മതിക്കണ്ടേ? അതിന് അയാളോടാണ് സമ്മതം ചോദിക്കുന്നത്. പെണ്ണിന് സമ്മതമാണെങ്കിൽ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിന്നോട് ആര് പറഞ്ഞ അഭിപ്രായം പറയാൻ? ഇവിടെ ആനകളുണ്ട് അതിന്. ഓ, ഇവിടെ ഏതൊരു നല്ല കാര്യം ഉണ്ടായാലും അത് ആദ്യം അറിയിക്കുന്നത് ഞാനാ. ദേ കണ്ടോ, റീച്ച് AVM റെക്കോർഡിംഗ് തിയേറ്റർ ഓൺ 22nd മോർണിംഗ്. മ്യൂസിക് ഡയറക്ടർ ശ്യാം. എന്നുവെച്ചാ മദ്രാസ് ചെല്ലണമെന്ന് എന്തിന്? പാട്ട് പാടാൻ. അപ്പൊ നാളെ തന്നെ തിരിക്കണല്ലോടാ. ഫസ്റ്റ് കോക്ടെയിൽ പാർട്ടി, പിന്നെ മതി റെക്കോർഡിംഗ് ഒക്കെ. എവിടാവൻ? ആരാവൻ? നിന്റെ തന്ത. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കി കളയും. പേരട്ടാ പോലീസ്.
എന്താ ചത്തോ? എന്നാ കൊണ്ടുപോയി കൊക്കയിലും വലിച്ചെറി ശവത്തിനെ. ഇല്ല സാർ, ശ്വാസമുണ്ട്. ആരോ ഇവിടെ തെളിയാതെ കിടക്കുന്ന സകല കേസും ഇവന്റെ പേര് ചാർജ് ചെയ്തത്. അതിന്റെ മോൻ എന്റെ മോളെ കെട്ടണോന്ന് കെട്ടിക്കണേ. ഞാൻ 4-5 കൊല്ലം വീട് പോയി കിടക്കുമ്പോ തന്നെ കെട്ടിക്കോളും. സെർച്ച് വാറന്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഐ എം ദ അഡ്വക്കേറ്റ് കമ്മീഷണർ. വിജയ, ഹലോ. ഹലോ, കയറിക്കോളൂ. വേണ്ട സാർ, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ശരി, ആവശ്യം എന്തെങ്കിലും ഉണ്ട് ഞാൻ അറിയിക്കാം. വരട്ടെ. സാർ, ആര് പറഞ്ഞിട്ടാ? എന്ത് കോലമാണായത്? നിന്നെ അവരെന്ത് ചെയ്തു? സാരമില്ലടാ, ഒന്നും ചെയ്തില്ല. വാ, നമുക്ക് പോവാം. നിമ്മി ഇതറിഞ്ഞോ? ഇല്ല. ഒരു കാരണവശാലും അവളിതറിയരുത്. അപ്പൊ പിന്നെ ആരാ വക്കീലിനെ അയച്ചത്? ആരാ അയച്ചത്? ഞാനാ. താനോ? തനിക്കെന്ത് കാര്യം? കാര്യമുണ്ട്. താനും അവനുമായിട്ട് എന്താ ബന്ധം? അവനെ ജാമ്യത്തിലിറക്കാൻ? ബന്ധമില്ല, ജാമ്യത്തിലിറക്കാൻ പാടില്ലേ? ഓഹോ, അപ്പോ ഒത്തുകളിയായിരുന്നു. തനിക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ആയിരിക്കാം, അതുകൊണ്ടാണല്ലോ ഞാൻ താല്പര്യം കാണിച്ചത്. ഒന്ന് തെളിച്ചു പറ സാറേ. തന്റെ കോഡ് ഭാഷയൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഇതിൽ കോഡുമില്ല, ഭാഷയുമില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഒരു കാരണവും കൂടാതെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. ഞാൻ അയാളെ ജാമ്യത്തിലെടുത്തു, അത്ര തന്നെ. തനിക്ക് വേണ്ടപ്പെട്ടയാളോ? അപ്പൊ ഞാൻ ഇനി അവനെ അറസ്റ്റ് ചെയ്താൽ താൻ അവനെ രക്ഷിക്കും. അവനെ അറസ്റ്റ് ചെയ്യുന്നതല്ലാത്തതൊക്കെ സാറിന്റെ മെടുക്ക്. ചിലപ്പോ ആ സമയത്ത് സാറിന്റെ തലയിൽ ഈ തൊപ്പി ഉണ്ടാവും എന്നുള്ളത് എന്താ ഉറപ്പ്? മഹേശ്വര, തന്റെ ഈ ആപ്പീസ് ഞാനാ ഉദ്ഘാടിച്ചത്. തന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം കള്ളും വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് എന്റെ വകുപ്പി തൊട്ട് കളിച്ചാലുണ്ടല്ലോ, തന്നെ ഞാൻ ഉരുട്ടും. തന്റെ ദൈവത്തിനെ ഉരുട്ടും. മുതല തരവാ. അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് സാറിന് ഇത് തന്നെയായിരുന്നല്ലോ തൊഴില്. ഇത്രയും കാലമായിട്ട് ഈ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ഇനിയെങ്കിലും കൈ കളഞ്ഞൂടെ സാറേ ഈ കറയൊക്കെ? ഒരു താല് വാങ്ങി അവന്റെ കൊടുക്ക്, നിങ്ങളുടെ മകളുടെ കഴുത്തിൽ കെട്ടാൻ. അവൻ എന്ത് കുറവുണ്ടെങ്കിലും ഞാനത് പരിഹരിക്കാം. അവരുടെ ആഗ്രഹം നടക്കട്ടെ. ഓ, തമ്പുരാന്റെ തിരുവായിന്ന് കേൾക്കാൻ കാത്തിരിക്കായിരുന്നേ അടിയൻ. ഉടനെ ആയിക്കൊള്ളാവേ. ഇത് പറയാൻ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്റെ ജാതകത്തിലുണ്ട് ഈ കൈ കൊണ്ടൊന്നിനെ തട്ടണമെന്ന്. അതിപ്പോ 2 or 3 ആയാലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഇന്ന് മുതൽ താൻ സൂക്ഷിച്ചു.
ആ സൂക്ഷിച്ചാ മതി, ആ പടിയിറങ്ങുമ്പോ ചിലപ്പോ പിടുത്തം കിട്ടുകയല്ല. ആ പീരിയഡ് പ്രസനയുടെ സാർ വരുന്നു. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, വൺ പ്ലീസ്, വൺ മിനിറ്റ്. ഓക്കെ സാർ, ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ, ഒന്ന് കൊടുത്തോട്ടെ പ്ലീസ്. വാട്ട് യു വാണ്ട് സാർ? ചിക്കൻ ഫ്രൈ എന്താ എന്താ വേണ്ടത്? ഓക്കെ, ചില്ലി സാർ. സ്മോൾ. ഓക്കെ. Good evening, gentlemen. We are going to start the music. 1, 2, 3. 1, 2, 3. ഈ വെണ്ണില ഈറൻ ചൊരിഞ്ഞു, ഇലഞ്ഞികൾ പൂത്തുലഞ്ഞു, ഈ രാത്രി തൻ യാമങ്ങളിൽ ഇന്നും എന്നും മധുകരം. എന്ത് പറ്റിയടാ? ശബ്ദം. വാ. വോക്കൽ കോഡ് പൾസി എന്നാണെന്ന് പറയുന്നത് വോക്കൽ കോഡിനുണ്ടാവുന്ന ഇഞ്ചുറി. തുടർച്ചയായി സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് തടസ്സം ഉണ്ടാവുക. അടുത്ത ആഴ്ച മദ്രാസിൽ പോവായിരുന്ന കൊതിച്ചു കൊതിച്ചൊരു അവസരം കിട്ടിയപ്പോഴാ കൊണ്ടുപോയി തല്ലി ചാഴ്ചല്ലേ. ബാംഗ്ലൂരിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അയാളെ വിചാരിച്ചാലേ എന്തെങ്കിലും സാധിക്കൂ. ആള് കേമനായതുകൊണ്ട് കാശും കൂടും. എന്റെ സ്കൂട്ടർ വിറ്റാൽ 3000-ഓ 4000-ഓ കിട്ടും. കുറച്ച് കാശ് ഞാൻ മുതലാളിയോട് ചോദിച്ചിട്ടുണ്ട്. തിരിച്ചു കിട്ടുമോ എന്നുള്ള പേടി കാരണം അയാൾക്ക് തരാവൊരു മടി. എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വഴി ഉണ്ടാകുമെന്ന എന്റെ വിശ്വാസം. നാഥൻ ഏത് ഹോസ്പിറ്റലാ? പറയില്ല. നിർമ്മല അവനെ ഇപ്പൊ കാണാതിരിക്കുന്ന നല്ലത്. അവൻ വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ. ഇപ്പോ ഒരു പുതിയ കോംപ്ലക്സ് തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ശബ്ദം ശരിയല്ലാത്തതുകൊണ്ട് അവനെ ആർക്കും ഇഷ്ടമല്ലാന്നൊരു തോന്നൽ. നിർമ്മലയെ കാണുമ്പോൾ ചിലപ്പോഴത് കൂടുതലാവും. അതുകൊണ്ടാണ് ഞാൻ കാണണ്ടെന്ന് പറഞ്ഞത്. നിർമ്മല ഇപ്പൊ പോവും. 2 ദിവസം കഴിഞ്ഞ് അവനെ കാണാം. അപ്പോഴേക്കും അവനും കുറെ നോർമലാവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോഡലിന് കോൺട്രാക്ടിന്റെ ഫുൾ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്. ജോലിയുടെ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. കുറച്ച് കഴിഞ്ഞ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഐ മീൻ നടക്കുകയല്ല, 1 കൊല്ലം തികയാതെ. ഞാനിത് വീണ്ടും പറയുന്നത്, എനിക്ക് കുട്ടിയുടെ അച്ഛനെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഇഷ്ടമാവില്ലെന്നാണ് എന്റെ വിശ്വാസം. അവസാനം കോടതി, കേസ്, വക്കീല്, അതിനൊന്നും എനിക്ക് സമയമില്ല. ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആരെതിർത്താലും ഞാൻ ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യും. ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യുവർ സ്പിരിറ്റ്. സർ, യെസ്.
സാർ ആരാണ്? പലപ്പോഴും പലയിടത്ത് വെച്ചും ഞങ്ങളെ... എന്റെ പേര് മഹേഷ്, ഈ കമ്പനിയുടെ ഉടമസ്ഥൻ. ഏതായാലും ശത്രു അല്ലെന്ന് ഇപ്പോ മനസ്സിലായില്ലേ? തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. പോയിക്കോളൂ. എനിക്ക് അർജന്റായിട്ട് നമ്മുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് വേണമല്ലോ. ആ, പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഇവിടുത്തെ ഡോക്ടർ എന്ന കടലാസ് നീ കൂടെ തന്നെ കാണണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യണം. നിമ്മിയോട് ഒരിക്കലും ഞാൻ ചികിത്സയ്ക്ക് പോയതാണെന്ന് പറയരുത്. ചോദിച്ചാൽ മദ്രാസിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. വല്ല ചാൻസിനുമാണെന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് പോയതാണെന്ന് പറഞ്ഞാൽ മതി. എന്നാലും അവളത് വിശ്വസിക്കില്ല. ഞാൻ പറയാതെ പോവില്ലെന്ന് അവൾക്കറിയാം. നീ എങ്ങനെയെങ്കിലും അവളെ മാനേജ് ചെയ്യണം. ഓ കണ്ടിട്ട് ശ്രീനി, എന്റെ ശബ്ദം ശരിയായില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല. ആവശ്യമില്ലാത്ത എന്തിനാ പറയുന്നത്? നിനക്കൊരു കുഴപ്പം വരില്ല. ധൈര്യമായിട്ട് പോ. ശ്രീനി, സത്യം പറയടാ, നിനക്ക് എവിടുന്ന ഇത്രയും പൈസ? കടം വാങ്ങിച്ചതാണോ? നീ പോടാ.